വൈശാലി സുവർണ ഒരു കാലത്തെ യുവാക്കളുടെ ഹരമായിരുന്നു. ഹരന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഒന്നുമല്ല അവരുടെ മുമ്പിൽ. വൈശാലി വട എന്നാണ് അന്നത്തെ കാലത്ത് യുവാക്കൾ പറഞ്ഞു കൊടുക്കുന്നത്. 2ഉം 3ഉം 10ഉം 100ഉം പ്രാവശ്യം കണ്ട ആൾക്കാരുണ്ട് ആ സിനിമ. അപ്പോൾ ഇതൊരു ഉത്തരേന്ത്യൻ നടിയാണ്. ഞാൻ ഗന്ധർവൻ, ഉത്തരം, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, പിന്നെ ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്, ബംഗാളി സിനിമകളിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. വൈശാലിയിലെ നായകൻ സഞ്ജയ് മിത്ര ആണ്. ഇവിടെ ആ വൈശാലി സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവർ തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചത്. 1997 അവർ വിവാഹം കഴിച്ചത്. നമ്മളെല്ലാവരും നല്ലൊരു ജോഡിയായിട്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ്. നല്ല സുന്ദരനായുള്ള ഒരു ചെറുപ്പക്കാരൻ. അതുപോലെ തന്നെ അവരുടെ ദാമ്പത്യം അത് നീണ്ടു നിന്നില്ല. അപ്പോൾ അതൊരു പുതുമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2008 ഇവർ പിരിഞ്ഞു. അപ്പോൾ ഇവിടെ മാത്രമല്ല, എവിടെയായാലും ഭാര്യ ഭർത്താക്കന്മാരുടെ കഴിക്കലും കല്യാണം കഴിക്കലും പിരിക്കലും വേഗം നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വേറെ രണ്ടുപേരും പിരിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടുപേരും വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ ഇവരങ്ങനെ രണ്ടുപേരും വേറെ കല്യാണം കഴിച്ചിട്ട് ഇവിടുത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയോ അല്ലെങ്കിൽ ചീത്ത പറയോ വഴക്കോ അങ്ങനെയൊന്നുമില്ല. ഇവർ കല്യാണം കഴിച്ചിട്ട് ഇവർ ഭയങ്കര ഫ്രണ്ട്സുകളാണ്. പക്ഷെ ഇപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ വൈശാലിയിലത്തെ സുന്ദരനോ സുന്ദരിയോ അല്ല. ഇവരൊക്കെ ആകെ ചേഞ്ചായി. സാധാരണ ഭയങ്കര തടിയായി. ആ സ്ഥലത്ത് മറ്റേ സഞ്ജയിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയില്ല. അതേപോലെ സഞ്ജയിനിപ്പോൾ 2 കുട്ടികളുണ്ട്. അപ്പോൾ അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതുപോലെ സഹോദരനെയും കല്യാണം കഴിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതുമാത്രമല്ല, ഇവർ ഒരുമിച്ച് ഇപ്പോഴും ഓരോ TV ഷോകളിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ മലയാള മനോരമയിൽ ഒരു വന്നിട്ടുണ്ടായിരുന്നു. 2 പേരും കൂടിയിട്ട് ഒരു TV ഷോയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവരെത്ര ഹാപ്പി ആയിട്ടാണ് പെരുമാറുന്നത്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിലീപും അതുപോലെ തന്നെ മഞ്ജു വാര്യരും ഒരു TV ഷോയ്ക്ക് വിളിച്ചാൽ അവർ 2 പേരും വരുമോ? വരില്ല. ഇവിടെ വേർപിരിഞ്ഞവരൊന്നും പിന്നെ രണ്ടാമതൊരു TV ഷോയ്ക്കോ അല്ലെങ്കിൽ ഒരു സിനിമയിലോ അഭിനയിക്കാൻ പറഞ്ഞവർ സമ്മതിക്കില്ല. അവർക്ക് എന്തൊക്കെയോ ഭയങ്കര ഈഗോ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവരൊക്കെ കണ്ടുപഠിക്കണം. എന്തെങ്കിലും ചില ഒത്തുപോകുന്നില്ല, അവർ വേർപിരിഞ്ഞു, അതിൽ വലിയൊരു അപാകതയില്ല. അന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സുഹൃത്തുക്കളും ഫ്രണ്ട്സുകളായിട്ട് തുടരുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇവരെ ഫീൽഡ് തന്നെ സിനിമയല്ലേ. ഇവർക്ക് വീണ്ടും കാണുമ്പോൾ സംസാരിക്കേണ്ട വരും. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇതിനൊക്കെ കാരണം ഭരതൻ സാറാണ് ഇവരെ പിടിച്ച് ഇങ്ങനൊരു സിനിമയിലേക്ക് പുതുമുഖങ്ങളായിട്ട് കൊണ്ടുവരാനുള്ള ചങ്കൂറ്റം കാണിച്ചത് ഭരതൻ സാറാണ്. ഇന്നത്തെ കാലത്തുള്ള സംവിധായകർക്കൊന്നും അതിനുള്ള കഴിവുമില്ല, അതിനുള്ള സമയവും ഇല്ല. അവർക്കൊക്കെ പ്രൊഡ്യൂസർമാരെ കാശുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കാശ് നശിപ്പിച്ചിട്ട് സുഖിക്കണം. തിരക്കഥ ഉണ്ടാക്കണോ, നല്ല സിനിമ ഉണ്ടാക്കണോ, നമ്മൾക്ക് ഭാവിയിൽ നമ്മൾ നല്ലൊരു ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റേറ്ററായിട്ട് അറിയപ്പെടണോ എന്നുള്ള ചിന്തയൊന്നുമില്ല. ആ പ്രൊഡ്യൂസറെ കീശ കാലിയാക്കുക, എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ഒരു പരിപ്പോടെ സിനിമയായിട്ട് തിയേറ്ററിൽ എത്തിക്കുക. അങ്ങനെ ഒരു ചിന്തപ്പാട് മാത്രം ഇന്നത്തെ സംവിധായകർക്കും. അതുപോലെ തന്നെ ഒരു നടൻ്റെ ഡേറ്റ് കിട്ടിയാൽ കഴിഞ്ഞാൽ കഥ എന്താണെന്ന് പോലും പ്രൊഡ്യൂസർമാരെ അന്വേഷിക്കില്ല. അങ്ങനത്തെ ഒരു കുറേ പ്രൊഡ്യൂസർമാരാകുമ്പോൾ നമ്മൾ സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ കഷ്ടത്തിലായി എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല ഈ ഒരു കാര്യത്തിന്.